ഇന്ന് നമുക്ക് സെയിം കളർ ബട്ട് ഡിഫറെന്റ് ഷെയ്ഡ്സിൽ വരുന്ന ഒരു ഡ്രോയിങ് ചെയ്യാം. ഈ ഒരു ഡ്രോയിങ് ചെയ്തപ്പോൾ എനിക്ക് എന്താണെന്നറിയോ തോന്നിയത്, ഇത് ചെയ്യാനായിട്ട് നല്ല സിമ്പിളാണ്, എന്നാൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ഭയങ്കരമാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറാണ്. അപ്പോൾ ഡിഫറെന്റ് ഗ്രീൻ കളേഴ്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വീഡിയോയിൽ ഞാൻ കാണിച്ചത് 3 ഷെയ്ഡ്സ് ആണ്, പക്ഷേ ഞാൻ 4 ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഒരു കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇതിന് ആക്ച്വലി ഡ്രോയിങ് എന്ന് പറയണോ പെയിന്റിംഗ് എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മൾ ഡ്രോയിങ്ങിനേക്കാളും കൂടുതൽ ശരിക്കും കളറിംഗ് ആണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്യുന്നത് നിങ്ങളിവിടെ കാണുന്നുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ കർവ്ഡ് ലൈൻസ് 2 ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ വരച്ചെടുക്കണം. ഇത്രയല്ല നമ്മളുടെ ഡ്രോയിങ്. പിന്നെ വരുന്നത് ഫുൾ കളറിംഗ് ആണ്. ഞാൻ കളറിംഗ് സ്റ്റാർട്ട് ചെയ്തത് സെന്ററിനാണ്. അപ്പൊ ചെയ്യുന്ന സമയത്ത് ആദ്യം ഡാർക്കർ ഷെയ്ഡ് കൊടുത്തിട്ട് അതിന്റെ ലൈറ്റർ ഷെയ്ഡ്സ് ഇങ്ങനെ മാറി മാറി കൊടുക്കുക. ഞാൻ പറയുന്നതിനേക്കാളും വിസിബിൾ ആയിട്ട് ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. കളർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ ബോക്സിലും ഇതേപോലെ ഷേപ്സ് വരച്ചിട്ട് ബാക്കി വരുന്ന പോർഷൻസിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കളർ ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാലാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡ്രോയിങ്ങിന്റെ ഭംഗി തന്നെ നമുക്ക് മനസ്സിലാവുക. അങ്ങനെ അതുകൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രോയിങ് ഒന്ന് റിയലിസ്റ്റിക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കളർ വെച്ചിട്ടൊന്ന് സൈഡിലൂടെ ഇങ്ങനെ വരച്ചെടുക്കുക. കഴിഞ്ഞിട്ടില്ല, പിന്നെ ഇതേപോലെ ഒരു വൈറ്റ് കളർ പെൻ എടുത്തിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ കൂടെ വരച്ചെടുത്താലാണ് നമ്മളുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആവുക. ഇപ്പൊ കാണുമ്പോൾ ഒന്നുകൂടെ റിയലിസ്റ്റിക് ആയിട്ടൊക്കെ തോന്നില്ലേ? പിന്നെ നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റ് ഒന്നും മറക്കണ്ട.